നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപം. മികച്ച വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകളും തേടി കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി നോർക്ക റൂട്ട്സ് നടത്തിയ കേരള മൈഗ്രേഷൻ സർവേയിൽ കണ്ടെത്തൽ ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനയ്ക്കിടന്നാവശ്യപ്പെട്ട് ഡോക്ടർ മാത്യു കോയൽനാടൻ, സർവശ്രീ പി ഉബൈദുള്ള, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ലോക കേരള സഭയിൽ നമ്മുടെ പ്രമേയ അവതാരകൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പങ്കെടുത്തില്ല. അവർ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ അവതരിപ്പിച്ച മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് അവരൊന്ന് തുറന്നു നോക്കി എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. പ്രമേയ അവതാരകൻ വസ്തുതാപരമായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ ആ സർവേ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചതിലുണ്ട്. അത് ഞാൻ വഴിയെ വിശദീകരിക്കാം. എന്തായാലും സ്റ്റുഡൻറ് മൈഗ്രേഷൻ എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗോള പ്രതിഭാസമാണ്. ഗ്ലോബലൈസേഷൻ്റെ കാലമാണ് സർ. ആഗോളവൽക്കരണ കാലത്ത് രാജ്യത്തിൻ്റെ അതിർത്തി രേഖകൾ അപ്രസക്തമാകുകയാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. എയർലൈൻസുകളുടെ എണ്ണം കൂടുതൽ, വിവര സാങ്കേതിക വിപ്ലവം, കമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, വിദ്യാഭ്യാസ വായ്പകളുടെ വർദ്ധിച്ച ലഭ്യത, ഇതൊക്കെ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന് ആക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പ്രയാസപ്പെടുകയും തൊഴിലെടുക്കുന്നവരുടെ എണ്ണം ആവശ്യത്തിന് ഇല്ലാതെ വരികയൊക്കെ ചെയ്യുന്ന വികസിത രാജ്യങ്ങൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വികസ്വര രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനുള്ള കൂടുതൽ കുടിയേറ്റം എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രായണ കുടിയേറ്റം കുറഞ്ഞ ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളമുള്ളത്. 2023 കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിൻ്റെ 4% മാത്രമാണ് സർ. 26/7/23 കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി രാജ്യസഭയിൽ കൊടുത്ത മറുപടി പ്രകാരം 2018 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനായി പുറത്തു പോകുന്നു എന്ന് യാത്രാരേഖകളിൽ സൂചിപ്പിച്ചവരുടെ കണക്ക് പ്രകാരം 2018 5,11,15 പേരും 19 5,86,337 പേരും 20 2,59,655 പേരും 21 4,45,553 പേരും 22 7,50,365 പേരുമാണ് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയിട്ടുള്ളത്. 2018 ശേഷം ദേശീയ തലത്തിൽ തന്നെ കുടിയേറ്റത്തിൽ 31% വർധനമാണുള്ളത്. ഈ റെഡ് സിയറിൻ്റെ സർവേ റിപ്പോർട്ട് പ്രകാരം 2023 ഇന്ത്യയിൽ നിന്ന് 20 ലക്ഷം വിദ്യാർത്ഥികൾ കുടിയേറിയപ്പോൾ ആന്ധ്രാപ്രദേശ് 12.5%, പഞ്ചാബ് 12.5%, മഹാരാഷ്ട്ര 12.5%, ഗുജറാത്ത് 8%, തമിഴ്നാട് 8%, ന്യൂഡൽഹി 8%, കർണാടക 6% എന്നിങ്ങനെയുള്ളപ്പോൾ കേരളത്തിൽ അത് കേവലം 4% മാത്രമാണ്. ഏകദേശം 35,000-നും 40,000-നും ഇടയിലുള്ള വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നത്. പ്രമേയാവതാരകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സർവേ റിപ്പോർട്ടിൽ 2 ലക്ഷം വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വർഷത്തെ കണക്കല്ല. നിലവിൽ പല വർഷങ്ങളിലായി വിദേശത്തേക്ക് കുടിയേറി വിദ്യാഭ്യാസ രംഗത്തും തൊഴിലിലും തുടരുന്നവരുടെ കണക്കാണ്. വിദ്യാഭ്യാസത്തിനായി സമീപ വർഷങ്ങളിൽ വിദേശത്തേക്ക് കുടിയേറിയ കുട്ടികളുടെ കണക്കാണ് 2 ലക്ഷം എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് 2023 വർഷത്തെ മാത്രം കണക്കല്ല എന്ന് ബഹുമാനപ്പെട്ട അവതാരകനെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 2023 വർഷത്തിൽ വിദേശത്തുള്ള ആകെ മലയാളി വിദ്യാർത്ഥികളുടെ കണക്കാണത്. അതുപോലെ 2016 മുതൽ കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം 2016
18,428, 17-ൽ 22,093, 2018 കണക്ക് ഞാനിവിടെ വയ്ക്കാം. പരമാവധി 35,000-നും 40,000-നും മധ്യേയാണ് കേരളത്തിൽ നിന്ന് ഒരു വർഷം പോയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലും ചെയ്യാനുള്ള സാഹചര്യം വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാണ് എന്നതും ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ തൊഴിൽ ശേഷിയുള്ള യുവാക്കളെ ആകർഷിക്കുന്നതിന് വിസ നയങ്ങളിൽ വലിയ തോതിൽ ഇളവ് വരുത്തുന്നതുമാണ് വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന് കാരണമായിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ ഏൺ വൈൽ യു ലേൺ സമീപനത്തോടുകൂടി തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ കാലത്ത് നാം ആരംഭിച്ചിട്ടുണ്ട്. അത് വലിയ ഒരളവിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായകരമാകുമെന്ന് കരുതുകയാണ്. മുൻകാലങ്ങളിൽ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, MIT തുടങ്ങി മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, സർവകലാശാലകളിലേക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തേടിയാണ് വിദ്യാർത്ഥികൾ ചേക്കേറിയതെങ്കിൽ ഇന്ന് താരതമ്യേന ഗുണനിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്കും വിദ്യാർത്ഥികൾ ചെന്നെത്തുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകുന്നത് തടയുന്നതിന്, പൂർണ്ണമായും തടയുന്നതിന് സർക്കാർ തയ്യാറല്ല. ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മികച്ച നിലയിൽ തേടാനുള്ള ഒരു പശ്ചാത്തലം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതിന് സാധിക്കുന്നത്. പക്ഷേ നിരവധി ഏജൻസികൾ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഇത്തരം ഏജൻസികളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലേക്കാണ്. വിദേശത്തു നിന്ന് പോലും വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുന്ന ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുന്നതിനാണ് നാം പരിശ്രമിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം കേരളത്തിൽ ഒട്ടും കുറവല്ല. +2 പാസ്സാകുന്ന വിദ്യാർത്ഥികൾ 23-ലെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ. ചില കാര്യങ്ങൾ പറഞ്ഞു പോകാതെ പറ്റില്ലല്ലോ. സംസ്ഥാനത്ത് ഇന്ന് ദേശീയ റാങ്കിംഗ് നിർണയത്തിലും NAC അക്രഡിറ്റേഷനിലുമൊക്കെ ഉയർന്ന ഗ്രേഡുകളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നേടിയിട്ടുള്ളത്. മഹാത്മാഗാന്ധി സർവകലാശാല A++, കേരള സർവകലാശാല A++, കാലിക്കറ്റ് സർവകലാശാല A+, ശ്രീശങ്കരാചാര്യ സർവകലാശാല A+, കുസാറ്റ് A+, 24 കോളേജുകൾക്ക് A++, 43 കോളേജുകൾക്ക് A+, 60 കോളേജുകൾക്ക് A ഗ്രേഡ്. അതുപോലെ NIRF റാങ്കിങ്ങിലും മികച്ച പ്രകടനം. ആദ്യത്തെ 200-ൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് 42 സ്ഥാപനങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. 21% മികച്ച സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ളതാണ്. അതുപോലെ സമയബന്ധിതമായിട്ട് പരീക്ഷകൾ നടത്തുന്നതിനും റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനുമൊക്കെ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കിഫ്ബി, പ്ലാൻ ഫണ്ട്, റൂസ പദ്ധതികളിലൂടെ 6000 കോടി രൂപ കഴിഞ്ഞ 4 വർഷക്കാലത്തിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആധുനിക അക്കാദമിക് കോംപ്ലക്സുകളും ലബോറട്ടറികളും ലൈബ്രറികളും കായിക സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളും എല്ലാം ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം കേരള സർവകലാശാലയിൽ 2600ഓളം വിദേശ വിദ്യാർത്ഥികളും കുസാറ്റിൽ 1590 വിദ്യാർത്ഥികളും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ 855 വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഒരു പാളിച്ചയുമില്ല സർ. നമ്മുടെ സർവകലാശാലകളുടെ കീർത്തി രാജ്യാന്തരത്തിൽ വർദ്ധിക്കുകയാണ്. അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് വിഘാതമായി നിൽക്കുന്നത് എന്ന രീതിയിലുള്ള തെറ്റായ ഒരു പ്രചരണം നടത്താനുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും മികച്ച നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിൻ്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമഗ്രവും സമൂലവുമായിട്ടുള്ള പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് 4-year UG പ്രോഗ്രാം ആവിഷ്കരിച്ചപ്പോൾ വ്യാപകമായിട്ടുള്ള സ്വീകാര്യതയാണ് അതിന് ലഭിച്ചിട്ടുള്ളത്. ഒരെതിർപ്പുമില്ലാതെ തന്നെ വളരെ നല്ല നിലയിൽ നമുക്കത് നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടാണ് നമ്മൾ ആ മാറ്റത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്.
സർഗാത്മകവും വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല സർ, അതൊരു പുതിയ കാര്യമല്ല. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിദേശത്താണ് പഠിച്ചത്, ലണ്ടനിലാണ് പഠിച്ചത്. നെഹ്റുവും അംബേദ്കറും ലണ്ടനിലാണ് പഠിച്ചത്. VK കൃഷ്ണമേനോൻ ലണ്ടനിലാണ് പഠിച്ചത്. ഇന്ദിരാഗാന്ധി ലണ്ടനിലാണ് പഠിച്ചത്. അതുപോലെ നമ്മുടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കെയ്റോ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ അവരെ മികച്ച സാധ്യതകൾ തേടി അവർ പോകട്ടെ. അത് മാത്രമല്ല, അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നതിന് പ്രത്യേക സഹായം ഗവൺമെന്റ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ യാതൊരു അടിയന്തര ആവശ്യവുമില്ല. നല്ല രീതിയിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ മാത്യു കോയൽനാടൻ അങ്ങ് പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങ് അവതരണാനുമതി തന്നതിന് ഞാൻ നന്ദി പറയണം. പക്ഷേ അങ്ങയുടെ ആ ഉപദേശം മാനിച്ച് ഞാൻ ഐ വിൽ ബി വെൽ വിത്തിൻ മൈ സിലബസ് നമ്പർ 1. പക്ഷേ എല്ലാ അവതാരകർക്കും കൊടുക്കുന്ന ഒരു പരിഗണന അങ്ങ് എനിക്കും തരുമെന്നും പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വിഷയം ഞാൻ സാധാരണ സംസാരിക്കാൻ എണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റം പറയാനും കുറവ് പറയാനും അല്ലെങ്കിൽ ആരോടും പറയാനും എന്നാണല്ലോ ധരിക്കുക. പക്ഷേ ഈ വിഷയത്തിൽ ദയവ് ചെയ്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മളെല്ലാവരും ചേർന്ന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ചർച്ച ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും കൂടെ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പറയാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്നലെ ധനമന്ത്രി പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ആ സമീപനം പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ കൂട്ടായിട്ട് ആലോചിക്കണമെങ്കിൽ ഏറ്റവും ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സർവേ തള്ളി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഈ സർവേ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റ് മൈഗ്രേഷൻ സർവേ വന്നത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2018 1,29,763 കുട്ടികളായിരുന്നത് 2023 ആയപ്പോൾ 2.5 ലക്ഷം കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ആ സർവേ ഡിസ്പ്യൂട്ട് ചെയ്തില്ല. ഇറ്റ്സ് എ ഫാക്ട് ഗ്ലെയറിംഗ് അറ്റ് അസ്. നമ്മളെ തുറച്ചു നോക്കുന്ന ഒരു സത്യമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നും ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്ത് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ശരാശരി ഒരു ചെറുപ്പക്കാരൻ +2 കഴിഞ്ഞ അല്ലെങ്കിൽ 17 വയസ്സുള്ള 18 വയസ്സുള്ള 19 വയസ്സുള്ള 20 വയസ്സുള്ള കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവൻ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും, എനി കൺട്രി ഈസ് ബെറ്റർ ദാൻ മൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നുപോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. അത് നമ്മൾ ചർച്ച ചെയ്യാതിരുന്നിട്ടോ അംഗീകരിക്കാതിരുന്നിട്ടോ കാര്യമില്ല. ഇനി അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കാൻ പോയാൽ ഒരുപക്ഷെ അതിന് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റീസൺസ് ഉണ്ട്. കാരണം സാമൂഹ്യപരവും, കാരണം ഇവിടുത്തെ ഇന്നത്തെ ഒരു തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അവരൊരു ലിബറൽ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ചുകൂടി ഫ്രീഡം അനുഭവിച്ചും കുറച്ചുകൂടി കൾച്ചേർഡായിട്ടും കുറച്ചുകൂടി ലിബറലായിട്ടും ഒക്കെ ജീവിക്കാൻ ആഗ്രഹിക്കും. ആ ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ഇനി അതിനോട് അനുബന്ധിച്ച് വരുന്നതാണ് എക്കണോമിക് റീസൺസ്. ഒരു ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ശരാശരി നമ്മുടെ കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്താ? ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാണ് സർ. ഞാനിപ്പോൾ ആ സ്ഥലം പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഐ ഹാപ്പൻ ടു ബി ദർ ഇൻ മസ്കറ്റ്. ആ മസ്കറ്റിൽ ചെന്ന് ഇവിടെ ഹോട്ടലിൽ ചെന്നൊരു കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആ പയ്യനോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? 1 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുമെന്ന് ചോദിച്ചു. പറഞ്ഞു 10,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. ഔട്ട്സോഴ്സ് ചെയ്ത കമ്പനിയാണ് അവനെ ഇവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. 1 വർഷമായിട്ട് ജോലി ചെയ്യാണ് ഒരു ചെറുപ്പക്കാരൻ. അവന് കിട്ടുന്നത് 10,000 രൂപയാണ്. 8,000 രൂപയ്ക്കും 9,000 രൂപയ്ക്കും 7,500 രൂപയ്ക്കും 6,000 രൂപയ്ക്കും ഈ കേരളത്തിൽ ചെറുപ്പക്കാർ പണിയെടുക്കേണ്ടി വരികയാണ്. അവർക്ക് പ്രതീക്ഷയില്ല സാർ. അവർ ഈ നാട് വിട്ട് പോയില്ലെങ്കിൽ അത്ഭുതം. കാരണം നമുക്ക് അവരാഗ്രഹിക്കുന്ന പോലൊരു അന്തരീക്ഷം ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഞാനിനി 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നഗരങ്ങൾ നമുക്ക് പരിശോധിക്കാം. പ്രത്യേകിച്ച് ധനമന്ത്രി ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇവിടെ ഒരു കണക്ക് സൂചിപ്പിച്ചിട്ടുള്ളത്, ഈ ശരാശരി ഒരു വർഷം ഒരു ചെറുപ്പക്കാരന് ഓരോ നഗരങ്ങളിലും കിട്ടുന്ന പേ സ്കെയിലുണ്ട്. ആ പേ സ്കെയിലിൻ്റെ ആവറേജ് എടുത്തു കഴിയുമ്പോൾ ബാംഗ്ലൂരിൽ 9,57,000 രൂപ, ഹൈദരാബാദിൽ 7,23,000 രൂപ, പൂനെയിൽ 7,19,000 രൂപ, മുംബൈയിൽ 6,40,000 രൂപ, ചെന്നൈയിൽ 6,18,000 രൂപ, ഡൽഹിയിൽ 6,11,000 രൂപ, തിരുവനന്തപുരത്ത് 5,72,000, കൊച്ചിയിൽ 5,05,000. ഇതാണ് ശരാശരി പേ സ്കെയിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം സ്മാർട്ട് സിറ്റീസുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയതാണ്. എന്തുകൊണ്ടാണ് സാർ നമ്മുടെ ഇവിടെ മാത്രം ഏറ്റവും പിറകിപ്പോകാൻ കാരണം?
നമ്മുടെ ഇവിടുത്തെ പേ സ്കെയിൽ എന്ന് പറയുന്നത്, ശമ്പളം എന്ന് പറയുന്നത്, ചെറുപ്പക്കാരന് കിട്ടുന്ന ശമ്പളം ഇത്രയും കുറവാകാൻ കാരണം എന്താണ് സാർ? സത്യത്തിൽ നമുക്ക് കിട്ടിയിരുന്ന ഒരു അവസരം, ഈ നമ്മളോട് പറഞ്ഞു, നമ്മളിവിടെ കുട്ടികൾ നിൽക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ജോലി നമുക്ക് കൊടുക്കാൻ കഴിയണം. ഒന്ന്, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഭയങ്കര സ്റ്റാഗ്നന്റ് ആണ്. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ അംഗീകരിക്കാത്ത കാര്യമില്ല. നമ്മുടെ ചുറ്റുപാട്, ഞാൻ അതിനൊരു ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പോൾ അർബൻ അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യ രാജ്യത്തെ ഹയസ്റ്റ് ആണ് കേരളം. ഇന്ത്യ രാജ്യത്തെ ഹയസ്റ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഈ ഏറ്റവും അവസാനം ജനുവരി മാർച്ച് ക്വാർട്ടറിലെ 2024 കണക്കനുസരിച്ച് ജമ്മു കാശ്മീരിനെ കടന്ന് നമ്മൾ 31.8% നിൽക്കുകയാണ്. അൺഎംപ്ലോയ്മെന്റിന് ഈസ് എൻ ഇഷ്യൂ ഫോർ യങ്സ്റ്റേഴ്സ്. അവർക്ക് ജോലിയില്ലാതെ, തൊഴിലില്ലാതെ, പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഇതിനാണെന്ന് ഒരു മിനിമം വരുമാനമില്ലാതെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ നാടുവിട്ട് വാങ്ങിക്കും. ഇതിൻ്റെ എല്ലാം റീസൺ എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എക്കണോമിക് ഗ്രോത്തിനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ അടച്ചു കളഞ്ഞു. അതിൻ്റെ ഒരു കാര്യം, നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ FDIയുടെ ഇൻഫ്ലോ, അതാണല്ലോ ഒരു എക്കണോമിയുടെ ഒരു വൈബ്രൻസി കാണിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത്. കേരളത്തിന് കഴിഞ്ഞ ഒരുപക്ഷെ 2019 2024 വരെ കേരളത്തിലേക്കുണ്ടായ FDIയുടെ ഇൻഫ്ലോ എന്ന് പറയുന്നത് $978 ദശലക്ഷം ആണ്. $978 എന്നാൽ തമിഴ്നാട്ടിനുണ്ടായത് 11 ശതകോടി ആണ് സാർ. അത് കർണാടകയ്ക്കുണ്ടായത് 51 ശതകോടി ആണ്. അതായത് കേരളത്തിന് $978 മില്യൺ കിട്ടിയപ്പോൾ കർണാടക ഗോട്ട് $51 ബില്യൺ. അത് കാരണം എന്തുകൊണ്ടാണ്? അവർക്കൊരു വൈബ്രന്റ് എക്കോണമി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് അവിടുത്തെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ആവറേജ് നമ്മൾ എടുക്കുമ്പോൾ 9,57,000, കേരളത്തിൽ കൊച്ചിയിൽ 5,05,000, പകുതിയിൽ നിൽക്കാൻ കാരണം ആ എക്കണോമിക് വൈബ്രൻസി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടാണ് സാർ. നമ്മൾ അതിന് പകരം നമ്മൾ ആരെങ്കിലും കുറ്റം പറയുന്നതുകൊണ്ടോ കാര്യം കൊണ്ട് കാര്യം. ഇനിയിപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മന്ത്രി ഇവിടെ പറഞ്ഞു. മന്ത്രി വലിയ അവകാശമാണ്. നമ്മൾ എന്തിനാണ് സാർ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നടിച്ച് മേനി നടിച്ച് പറഞ്ഞെല്ലാം ബ്രഷിങ് എസൈഡ് ദ കാർപ്പറ്റ് എന്ന് പറയും. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ആത്മാർത്ഥമായും സത്യസന്ധമായും ഈ സഭ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? 2 വട്ടം നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വന്നു. 2 വട്ടം. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന DPI പറഞ്ഞു ഇവിടെ 10ാം ക്ലാസ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല. നമ്മൾ അതിനെ അപഹസിച്ച് അദ്ദേഹത്തെ തള്ളി. അവിടെ ഇരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞ തെറ്റല്ല സാർ, സത്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ, പക്ഷെ ആ മന്ത്രിയെയും തിരുത്തി ആ മന്ത്രിക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഉറച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നില്ല. നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് നേരെ ചൊവ്വ എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞൊരു മന്ത്രിയെ കുറ്റപ്പെടുത്തി നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് അത് പിൻവലിപ്പിച്ച് തിരിച്ചു പറയിപ്പിച്ചു. പക്ഷെ യാഥാർത്ഥ്യം എന്താണ് സാർ? ഇറ്റ്സ് എ ഫാക്ട് ഗ്ലെയറിംഗ് അറ്റ് us. നമ്മളെ തുറച്ചു നോക്കുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് അങ്ങിപ്പോൾ ഒരുപാട് A+കളുടെ കണക്ക് ഇവിടെ പറഞ്ഞല്ലോ. ഒരുപാട് എല്ലാ യൂണിവേഴ്സിറ്റിയും ഏറ്റവും മികച്ചാണെന്നുള്ളത്. നമ്മുടെ മുമ്പിൽ മത്സര പരീക്ഷകളിൽ ഇന്ത്യ രാജ്യത്ത് പൊതുവായ മത്സര പരീക്ഷയിൽ മത്സരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥ നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ഒരു റെക്കോർഡാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. 2021 1,10,206 പേര് കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതി. അതിൽ 73,385 പേര് ക്വാളിഫൈ ചെയ്തു, 67%. 2022 92,911 പേര് പരീക്ഷ എഴുതി, 59,404 പേര് ക്വാളിഫൈ ചെയ്തു. വി കെയിം ഡൗൺ ടു 64%. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2023 1,33,450 പേര് പരീക്ഷ എഴുതി, 75,362 പേര് ക്വാളിഫൈ ചെയ്തു, 56%. വി ആർ കമ്മിങ് ഡൗൺ. ഇത് സത്യമല്ലേ സർ? ഇത് നമ്മൾ നിശ്ചയിച്ചിട്ട് A+ ഉണ്ട് എല്ലാത്തിനും, എല്ലാ യൂണിവേഴ്സിറ്റിക്കും A+ ഉണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല. ഇതൊരു വളരെ സത്യസന്ധമായ ഫാക്റ്റാണ്. യു കനോട്ട് ഡിനൈ ദിസ്. ഇനി ഞാൻ മറ്റൊരു, കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം, ഏറ്റവും മികച്ച ലിറ്ററസിയുള്ള സംസ്ഥാനം, ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയിരുന്ന ഒരു കാലത്തെ എഡ്യൂക്കേഷൻ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംസ്ഥാനം, ഹെൽത്ത് സെക്ടറിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംസ്ഥാനം. ഇനി ഒരു കണക്കൂടി ഞാൻ പറയാം സാർ. അതായത് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? IITs IIMs ഒക്കെ ആണല്ലോ. നമുക്കൊരു പാരലൽ എടുത്ത് പഠിച്ചു നോക്കാം നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. അത് ഇവിടെ മന്ത്രിയോട് പറഞ്ഞ് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ലേ. നമുക്ക് IIT അഡ്മിഷനിൽ കേരളത്തിൽ നിന്നും അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കിട്ടുന്ന മൊത്തം കുട്ടികൾ 1.08% ആണ്. 1.08%. പക്ഷേ ഏകദേശം നമ്മുടെ ഒപ്പം തന്നെ നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നതാണ് രാജസ്ഥാനിൽ ഒത്തിരി GE അല്ലെങ്കിൽ IIT കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ടെന്നുള്ള ശരി. അതൊഴിച്ചാൽ സംസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു കമ്പാരിസൺ ഡ്രോ ചെയ്യാൻ പറ്റുന്ന സംസ്ഥാനമാണ് രാജസ്ഥാനിൽ നിന്ന് കിട്ടുന്നത് 15.82%.
ആ സമയത്താണ് കേരളത്തിൽ IIT-യിലും IIM-ലും 1.08%. വാട്ട് ഹാപ്പൻസ്? എന്തുകൊണ്ടാണ് സാർ ദേശീയ പരീക്ഷകൾ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുന്നത്? നമ്മളിവിടെ സഭയിൽ നിന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി ബെസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. A+ഉം NAC+ഉം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നിപ്പോവാണ് സാർ. അതിനാണ് നമ്മൾ പരിഹാരം കാണേണ്ടത്. ഇനി ആ കണക്ക് തന്നെ പറയുന്നു, ശരാശരി ഒരു സംസ്ഥാനത്ത് നിന്നും 8 മുതൽ 10% വരെ കുട്ടികൾ IIT-യിൽ വരുമ്പോൾ കേരളത്തിൽ നിന്നും 1%, 1.08%, അതുപോലും നമ്മുടെ കണ്ണു തുറപ്പിക്കില്ലേ? നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ച് വേണമെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. കുട്ടികൾ എന്തുകൊണ്ടാണ് പോകുന്നത്? നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ, ഞാനിനി അറിഞ്ഞ് ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇന്നത്തെ കേരളത്തിലെ മാതാപിതാക്കളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് സാർ എനിക്ക് ഏറ്റവും സങ്കടം. ഞാൻ ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡി നടത്തി. നിങ്ങളെല്ലാവരും ഇത് വിശ്വസിക്കണം, സത്യമാണ് നിങ്ങളോട് പറയുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ ആ വീടും ആളുടെ പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ശരാശരി നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ആകെ ഒരു മകനാണുള്ളത്. ആ മകൻ വിദേശത്ത് പോയി പഠിക്കാനായിട്ട് പോയതാണ്. ആ അപ്പച്ചനും അമ്മച്ചിക്കും പ്രായമായി. അവരെ നോക്കാൻ നിവൃത്തിയില്ല, അവർക്ക് ചെറിയ സഹായം വേണം. ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബംഗാളി വന്ന് അവരെ സഹായത്തിന് വരുന്നുണ്ട്. എല്ലാ ദിവസവും വണ്ടിയിൽ അവിടെ എവിടെയും പോണി കൊണ്ടുപോകും, മരുന്ന് മേടിച്ചുകൊണ്ട് എല്ലാം കൊണ്ടുവരും. ഞാനപ്പോൾ ഈ പയ്യനെ വിളിച്ചു. ഈ പയ്യൻ UK-യിലാണുള്ളത്. ആ UK-യിൽ നിന്നപ്പോൾ ഞാനോട് നീ എന്താ പഠിക്കുന്നതെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ UK-യിലെ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യാണ് സാർ. ഇവിടെ സ്വന്തം അച്ഛനെയും അമ്മയും ഒരു ബംഗാളിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് UK-യിൽ സായിപ്പിന് മരുന്നെടുത്ത് കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരുടെ കാര്യം നോക്കുകയും ചെയ്യുന്ന ഒരു മകൻ അവിടെയുണ്ട്. അച്ഛനോടും അമ്മയോടും സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല. So some reasons, socio-economic, political reasons ആണ് ആ കുട്ടി ഇവിടെ നിന്ന് പോകാനും അച്ഛനും അമ്മയും വാർദ്ധക്യത്തിൽ ഈ ബംഗാളിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടത്. ഇതാണ് കേരളത്തിൻ്റെ ശരാശരി സാഹചര്യം. ഇതിന് മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തെ നമ്മൾ റീഡിഫൈൻ ചെയ്യണം. നമ്മൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാനത് രാഷ്ട്രീയപരമായി കുറ്റപ്പെടുന്നതെന്ന് ധരിക്കരുത്. നമുക്ക് വരുമായിരുന്ന എക്കണോമിക് ഗ്രോത്തിനുള്ള ഒരുപാട് അവസരങ്ങൾ പ്രത്യയശാസ്ത്ര പിടിവാശി കൊണ്ട് നമ്മൾ നശിപ്പിച്ചാണ് സാർ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബാംഗ്ലൂരിലെ പേ സ്കെയിലിന്റെ കാര്യം, ഹൈദരാബാദിലെ പേ സ്കെയിലിന്റെ കാര്യം, ചെന്നൈയിലെ പേ സ്കെയിലിന്റെ കാര്യം. എങ്ങനെയാണ് അവർക്ക് സാധിച്ചതെന്നറിയോ? ഇന്ത്യ രാജ്യത്തിന് കഴിഞ്ഞ നാളുകളിൽ കിട്ടിയ ഏറ്റവും വലിയ അവസരം, ഇന്ത്യ രാജ്യം സാമ്പത്തികമായി വളർന്നതിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം ഞാൻ കൺക്ലൂഡ് ചെയ്യാം സാർ. ജസ്റ്റ് ഗിവ് മീ 2 minutes. ഇന്ത്യ രാജ്യം, ജസ്റ്റ് ഐ എം കൺക്ലൂഡിംഗ്, ഐ ഡോണ്ട് ടേക്ക് മച്ച് ടൈം പ്ലീസ്. ഇന്ത്യ രാജ്യത്തിന് കിട്ടിയ IT ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ വലിയ അവസരം ലോകത്തുനിന്ന് മുഴുവൻ വരുമായിരുന്നത് അത് കേരളത്തിലേക്കായിരുന്നു. കേരളത്തെയാണ് ഉറ്റുനോക്കിയത്. ഏറ്റവും പ്രകൃതി രമണീയമായ നാട്, സംസ്കാര സമ്പന്നമായ നാട്, മതേതര സംസ്കാരമുള്ള നാട്, അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആൾ, ഏറ്റവും കൂടുതൽ IT വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുള്ള നാട്, അത് കേരളത്തിലേക്ക് വരുമായിരുന്നത് ഈ കേരളത്തിൻ്റെ അതിർത്തിയായ കാസർഗോഡും കന്യാകുമാരിയിലും തടുത്തു നിർത്തിയത് ഒരു പ്രത്യയശാസ്ത്ര പിടിവാശിയായിരുന്നു. അത് വഴിമാറി ഒഴുകിയതാണ് സാർ ബാംഗ്ലൂരിലേക്ക്, അത് വഴിമാറി ഒഴുകിയതാണ് സാർ ഹൈദരാബാദിലേക്ക്, അത് വഴിമാറി ഒഴുകിയതാണ് ചെന്നൈയിലേക്ക്. ഇന്ന് 10 വർഷം മുമ്പ് നമ്മൾ കണ്ട ബാംഗ്ലൂർ അല്ല ഇന്നത്തെ ബാംഗ്ലൂർ, ഹൈദരാബാദ് അല്ല ഇന്ന്. ഹൈദരാബാദിൽ എത്ര നാളത്തെ ഹിസ്റ്ററി ഉണ്ട്. ബട്ട് ദേ ഹാഡ് ഗ്രോൺ ലീപ്പ് ആൻഡ് ബൗണ്ട്. ഹൗ? അവർ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി നിന്നു. നമ്മൾ പലപ്പോഴും എല്ലാ അവസരങ്ങളും തൊലച്ച് നമ്മൾ ഈ പ്രത്യയശാസ്ത്ര പിടിവാശി കൊണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ ദേ ആർ സോഷ്യലി ഫ്രസ്ട്രേറ്റഡ്, ദേ ആർ എക്കണോമിക്കലി ഫ്രസ്ട്രേറ്റഡ്, ദേ ആർ പൊളിറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഡിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് സാർ? നമ്മളിവിടെ ആർക്കും വേണ്ടാത്ത ജാതിയും മതവും എല്ലാവരും ഈ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഒരു ചെറുപ്പക്കാരെ വളർന്നു വരും നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ, എന്താണ് സാർ നമ്മൾ നേടാൻ പോകുന്നത്? ഈ ബൈബിളിൽ ഒരു വാചകമുണ്ട്, ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നെങ്കിൽ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞ മാതിരി അവസാന കാലത്ത് വാർദ്ധക്യത്തിൽ മക്കളുടെ സാന്നിധ്യമില്ലാത്ത മാതാപിതാക്കൾക്കാണ് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. പക്ഷെ ഇന്ന് കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേണമെങ്കിൽ നമുക്ക് പറഞ്ഞടച്ച് തിരിച്ചു പോകാം, എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞ്. ബട്ട് ഐ എം ടെല്ലിങ് യു everyone, ഈ സ്റ്റേറ്റ് ഓഫ് കേരള കേൾക്കാൻ വേണ്ടി പറയുകയാണ്, വി ആർ ഫേസിങ് എ ഡേഞ്ചർ. നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കാതെ പോയാൽ നാളുകളിൽ ഇവിടുത്തെ എന്റർപ്രണർഷിപ്പിന് ആളില്ലാണ്ട് വരും, സ്കില്ലുള്ള ലേബേഴ്സ് ഇല്ലാതെ വരും, ഇവിടുത്തെ ബിസിനസ് ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് വരും. അവസാനം വൃദ്ധസദനമായി കേരളം മാറും സാർ. ഈ വിഷയം പ്രാധാന്യമില്ലാത്തതാണെന്ന് അങ്ങ് ധരിക്കരുത്. ഞാൻ വളരെ വിനയത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള ആത്മാർത്ഥമായ സമീപനത്തോടുകൂടി ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ മാത്യു ഏതായാലും കാർട്ടൂൺ മാറ്റി വരക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ കേരളത്തെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠകൾ പങ്കുവച്ചു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ
സിറ്റീസാണ് നമ്മുടെ യുവാക്കൾ ഏറ്റവും ജീവിത ഭദ്രതയുള്ളതായിട്ട് കാണുന്നത് എന്ന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സംവിധാനമാണ് ഗ്ലോബൽ റാങ്കിങ്ങിൽ ആദ്യത്തെ 5 ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ടോപ്പ് പെർഫോമൻസ് ആണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷന് കാഴ്ചവെക്കാനായിട്ടുള്ളത് എന്ന് ഗ്ലോബൽ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 ബഹുമാനപ്പെട്ട മെമ്പർ ഒന്ന് വായിച്ചു നോക്കണം. ചെറുപ്പക്കാർക്കിടയിൽ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം, പ്രത്യേകിച്ച് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള എന്നുള്ള സംവിധാനത്തെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യയശാസ്ത്ര വാശി എന്നൊക്കെ ഇവിടെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മെമ്പർ. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് എവിടെയാണ് ഉണ്ടായത്? ബഹുമാനപ്പെട്ട സഖാവ് EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരള സംസ്ഥാനത്ത് അത് ഉണ്ടായത്. രാജ്യചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് സർവകലാശാല എവിടെയാണ് ഉണ്ടായത്? സഖാവ് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴാണ് ആ രണ്ടും ഇവിടെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. 3 റിസർച്ച് പാർക്കുകൾ കൂടി കേരളത്തിൽ അടുത്ത് തന്നെ സാക്ഷാത്കരിക്കപ്പെടുമെന്നുള്ള കാര്യവും ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമായ ഇടപെടലുകൾ ഈ സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മറ്റു വകുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തൊഴിൽ ഉൽപാദനപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ KDISCും KKEMും കേരള നോളജ് ഇക്കോണമി മിഷൻ എല്ലാവരും ചേർന്ന് നടത്തുന്നുണ്ട്. ഒരു വിജ്ഞാന സമ്പദ്ഘടന കെട്ടിപ്പടുത്തുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കുന്നതിനും ജനജീവിത നിലവാരം ഉയർത്തുന്നതിനും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന വിദ്യാർത്ഥികൾ അവിടെ ഭദ്രമായിട്ടുള്ള തൊഴിലുകളിലേക്കല്ല എത്തിപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട മെമ്പർ തന്നെ തൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു എന്നുള്ളത് വലിയൊരു വൈരുദ്ധ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് കേരളത്തിൽ നിലനിൽക്കുന്ന ചില സോഷ്യൽ ഡോഗ്മാസ്, പിയർ പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ പോകുന്നതായിട്ടുള്ള കാര്യം ഇതിലേക്കൊക്കെ വെളിച്ചം വീശുന്നുണ്ട്. ഇവിടെ ചെയ്യാൻ പറ്റാത്ത ജോലിയാണ് അവിടെ നമ്മുടെ വിദ്യാർത്ഥി പോയിട്ട് ചെയ്യുന്നത്. ഇവിടെ അമ്മുമ്മയെ നോക്കാതെ അവിടെ വൃദ്ധജന പരിപാലനത്തിന് തയ്യാറാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ചത്. സത്യമാണത്. വളരെ ലോ പെയ്ഡ് ആയിട്ടുള്ള ജോബ്സിൽ അവർക്ക് അവിടെ പ്രവർത്തിക്കേണ്ടതായി വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അത്തരം ജോലികളിൽ ഏർപ്പെടാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഏറ്റവും മികച്ച തൊഴിൽ സാധ്യതകളിലാണ് മിക്കവാറും എല്ലാ കുട്ടികളും എത്തിച്ചേരുന്നത് എന്നുള്ളത് വെറും പൊള്ളയായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ വേണ്ടത്ര തൊഴിൽ സേന ഇല്ലാത്തത് കൊണ്ട്, ഹ്യൂമൻ റിസോഴ്സസിന്റെ അഭാവം കൊണ്ട് അവർ നമ്മുടെ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ എടുക്കാൻ തയ്യാറാകുന്നു. അത് തന്നെ ഇപ്പോൾ പൂരിതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും, വികസിത രാജ്യങ്ങളിൽ ഉൾപ്പെടെ പ്രത്യേകിച്ചും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാൻ കൂടി ഇത്തരത്തിൽ വികസ്വര രാജ്യങ്ങളിൽ നിന്ന് റവന്യൂ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്ന് നന്നായി മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ചേക്കേറുന്നത് എല്ലാവരും ദിഷണാപരമായിട്ട് വളരെ സാധ്യതകളുള്ള കുട്ടികളാണെന്നും അവർക്ക് വളരെ ഉന്നതമായിട്ടുള്ള തൊഴിൽ സാധ്യതകൾ ലഭിക്കുന്നു എന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നാണ് എനിക്കിവിടെ അറിയിക്കാനുള്ളത്. അപ്പോൾ ഈ വസ്തുതാപരമായ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള മുൻകൈയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അതിനു പകരം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, ഈ കേരളം മഹാമോശാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അങ്ങേ പോലുള്ളവർക്ക് ഒട്ടും ഭൂഷണമല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളം എന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പാടിയിട്ടുള്ള പൂർവികരാണ് നമുക്കുള്ളത്. അപ്പോൾ കേരളം മോശമാണ് എന്ന രീതിയിലല്ല പറയേണ്ടത്. ഇവിടെ അവര് പറഞ്ഞോട്ടെ പ്ലീസ്. നിങ്ങൾ പറയുമ്പോ അവരാരും മിണ്ടിയിട്ടില്ലല്ലോ. മിനിസ്റ്റർ പറയട്ടെ. അതിന് ക്ലാരിഫൈ ചെയ്യാനുണ്ടല്ലോ. ഒപ്പോസിഷൻ ലീഡർ LOP can speak.
LOP can speak. Okay, yes. ഇന്ത്യയിലെ ചാന്ദ്രയാൻ ദൗത്യം ജയിച്ചപ്പോ ഈ കേരള സംസ്ഥാനത്തു നിന്നുള്ള ശാസ്ത്രജ്ഞരാണ് ആ ടീമിൽ ഏറ്റവും കൂടുതലായിട്ട് 95% ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് നയിച്ച സോമനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മോശമല്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാനത് ചൂണ്ടിക്കാണിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ലോ ഇൻകം ജോലികളിൽ ഏർപ്പെടുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എന്നുള്ളത് ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ കേരളത്തിന്റെ ഇക്കോണമിയെ വൈബ്രന്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി കേരളം ഇതപര്യന്തം ആർജിച്ചിട്ടുള്ള വൈജ്ഞാനിക സമ്പത്ത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം, എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം എന്നുള്ള ആലോചനയാണ് സർക്കാർ നടത്തുന്നത്. വളരെ മൂർത്തമായ പദ്ധതികളിലൂടെ തന്നെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. അഖിലേന്ത്യാ മത്സര പരീക്ഷകളിലും സമയം പോവേ. യെസ്, മൈക്കോട്ട ഒരു സബ്ജക്റ്റാണ് സഭയിൽ സംസാരിക്കുന്നത്. സാർ, ഞാൻ എൻ്റെ LLM ചെയ്തത് ലണ്ടനിലായിരുന്നു. അവിടെ പഠിക്കുന്ന സമയത്ത് പഠനത്തോടൊപ്പം തന്നെ നമ്മൾ തൊഴിൽ ചെയ്യാറുണ്ട്. അതാ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവ് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ തൊഴിലെടുക്കുന്നത്. പക്ഷെ ഞാൻ പഠിത്തം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു വന്നു എൻ്റെ നാട്ടിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, വിദേശത്തേക്ക് പോകുന്നത് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. നല്ല ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ SC/ST വകുപ്പ് തന്നെ 168 കുട്ടികളാണ് വിദേശത്തേക്ക് അവസരം കൊടുത്തത്. തീർച്ചയായിട്ടും മാത്യു അങ്ങനെ കണക്കാക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റ് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഗവൺമെന്റിന്റെ ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിച്ചത്. അരികുവൽകൃത വിഭാഗങ്ങളിൽ നിന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, ഈ വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് നൽകിക്കൊണ്ടാണ് വിദേശ പഠനത്തിന് അവരെ പറഞ്ഞയക്കാൻ സർക്കാർ തയ്യാറാകുന്നത്. പുറത്തു പോകട്ടെ വിദ്യാർത്ഥികൾ, എക്സ്പോഷർ ഉണ്ടാവട്ടെ, അവരത് നമ്മുടെ സമൂഹത്തിന് തരട്ടെ, കേരളത്തിന് തരട്ടെ. ബ്രെയിൻ ഡ്രെയിൻ പകരം ബ്രെയിൻ ഗെയിൻ എന്നുള്ളത് സാധിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിനായിട്ടാണ് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. ഡിസ്പോസ് ചെയ്യണ്ടേ? മൈക്കങ്ങനെ ചേർന്ന അനുവാദം കിട്ടില്ല. എനിക്ക് വഴങ്ങിയതാണ് സാറേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്യു കുഴൽനാടൻ അവതരിപ്പിച്ചത്. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നതല്ല സാർ. ശ്രീനിധൻ പറഞ്ഞത് പഠിച്ചിട്ട് തിരിച്ചു വരുന്ന കാര്യമാണ്. പക്ഷെ പഠിക്കാൻ വേണ്ടി പോകുന്നതല്ല, അവർ ജീവിക്കാനും അവിടെ പെർമനന്റ് റെസിഡന്റ് ആകാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് വളരെ തീവ്രതയോടെ വളരെ ഗൗരവമായി നമ്മൾ കണക്കാക്കണം സാർ. അല്ലെങ്കിൽ ഭാവിയിൽ ചെറുപ്പക്കാരില്ലാത്തൊരു നാടേ എന്നുള്ള യഥാർത്ഥ അഡ്ജോൺമെന്റ് ഡിസ്കഷൻ എടുക്കുന്നുണ്ടോ? ഓരോരാൾക്ക് ഈൽഡ് ചെയ്യാണ്. നിങ്ങൾ ഡിസ്കഷൻ ഗവൺമെന്റ് പറയണം, ഡിസ്കസ് ചെയ്യാൻ തയ്യാറാണോ? പിന്നെ ഇങ്ങനെ ഈൽഡ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് ഡിസ്കസ് ചെയ്യാൻ താല്പര്യം ഈൽഡ് ചെയ്യാൻ പറ്റില്ല. സബ്മിഷനുകൾക്ക് മറുപടിയായിട്ടും പല ചോദ്യങ്ങൾക്കും മറുപടിയായിട്ടും ഒക്കെ ഈ വിഷയം നല്ലതുപോലെ ഈ സഭയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുക എന്നുള്ളത് ഗ്ലോബലൈസേഷന്റെ കാലത്ത് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല, തടഞ്ഞു നിർത്തേണ്ട കാര്യവുമില്ല. അവരുടെ പൊട്ടൻഷ്യൽ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് ഇവിടെ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ മാത്യു കുഴൽനാടൻ, 13 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ ഈ കേരള സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് ലോകോത്തര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഗുണമേന്മയും ഉറപ്പാക്കിക്കൊണ്ട് കേരളത്തിനെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇന്റർനാഷണൽ ഹബ്ബാക്കി തീർക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. അതിനുള്ള ശ്രമമാണ്. ഈ അടിയന്തര പ്രമേയം ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഒന്നല്ല. ആ അനിവാര്യത അതിനില്ല എന്ന് കണ്ടുകൊണ്ട് അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ചർച്ച ചെയ്തതിനായി സഭ നിർത്തിവെക്കേണ്ടതില്ല. ഒരിക്കൽ കൂടി ക്ലാരിഫൈ ചെയ്യണം. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കോട്ട് ചെയ്യേണ്ടായി. അതായത് ചൊറിച്ചിലിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സഭയിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി ചൊറിഞ്ഞുകൊണ്ടാണ് മന്ത്രി ആരംഭിച്ചത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ലോക കേരള സഭ ഞങ്ങൾ ബഹിഷ്കരിച്ചു.
ആ ലോക കേരള സഭയിൽ വെച്ചൊരു ഡോക്യുമെൻ്റ് ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണെന്നാണ്. ഈ ഡോക്യുമെൻ്റ് എന്താണ്? ഈ ഡോക്യുമെൻ്റ് സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് ഏൽപ്പിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ടാക്സേഷൻ തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിൻ്റെ ബേസിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ഈ സഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയ ഡോക്യുമെൻ്റാണിത്, നിങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയ ഡോക്യുമെൻ്റാണ്. സാർ ഈ വിഷയം പ്ലീസ്, നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചല്ലോ, ദയവ് ഇത് സാർ ഇത് കണ്ടില്ല. ഇതാണ് ഈ മന്ത്രിമാരെ എഴുന്നേറ്റ് എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അതുകൊണ്ടാണ്. അങ്ങേക്ക് വഴങ്ങണമെങ്കിൽ ഞാൻ വഴങ്ങാം. ഞാൻ തുടങ്ങിയല്ലോ. ഞാൻ പറഞ്ഞത് ഇത് കേരള മൈഗ്രേഷൻ സർവേ ഞങ്ങളൊരു ഒരു 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 വിഷയം, ഞാൻ വിചാരിച്ചത് സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യുമെന്നാണ്. വളരെ ഗൗരവത്തോടു കൂടിയ ഒരു വിഷയം സംസാരിക്കുന്നതിനുള്ള ഒരു ഡ്രാഫ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ മൈഗ്രേഷൻ സർവേ കൊണ്ടുവന്നത്. സാർ, ഈ മൈഗ്രേഷൻ സർവേയിൽ പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അതിനേക്കാൾ രൂക്ഷം നമ്മൾ ജനപ്രതിനിധികളായ നമുക്കറിയാമല്ലോ, ഇതൊരു വലിയ ട്രെൻഡായി മാറിയേക്കല്ലേ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത്. നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്ത പണ്ട് സ്വർണ്ണക്കടയുടെ ഹോർഡിങ്സും ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഹോർഡിങ്സും ആയിരുന്നു. ഇപ്പം എന്താ? ജർമ്മൻ പഠിക്കൂ, നമുക്ക് ജർമ്മനിയിലേക്ക് പോകാം, ന്യൂസിലൻഡിലേക്ക് വരൂ, ഓസ്ട്രേലിയയിൽ പോകാം, കാനഡയിൽ വരാം. നിങ്ങൾ നോക്ക്, ഈ സ്റ്റേറ്റ് ഒട്ടുക്ക് റോഡിൻ്റെ ഇരുവശത്തുമുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് പോലും ഈ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഏജൻസികൾ സ്ഥാപിച്ചിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റായി. ഇതൊരു സാധാരണ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലണ്ടനിൽ പോയി കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പഠിച്ചതുപോലെയാണോ ഈ ട്രെൻഡ് കേരളത്തിൽ? എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഒരു സാമൂഹ്യ പ്രശ്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്തത്. ഇതൊരു ഗൗരവമുള്ള വിഷയമല്ലേ? നമ്മൾ നേരത്തെ ഗൾഫിലേക്ക് ആളുകൾ പോയിരുന്നല്ലോ, ഗൾഫിലേക്ക് ഒരു വലിയ മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് നടന്നിരുന്നല്ലോ. അന്ന് നമ്മൾ ആരെങ്കിലും ഇതുപോലെ ഉത്കണ്ഠ പറഞ്ഞിരുന്നു? ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഗൾഫിലേക്ക് പോകുന്നത് ജോലിക്ക് വേണ്ടി പോകുന്നതാണ്. അവിടെ നിന്ന് റെമിറ്റൻസ് വരും, അവരൊരു കാലം കഴിഞ്ഞാൽ തിരിച്ചു വരും, ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും, ഇവിടെ തന്നെ പൈസയൊക്കെ ഉണ്ടാവും, ഏറ്റവും മിനിമം ഒരു ബേക്കറിയെങ്കിലും തുടങ്ങും തിരിച്ചു വന്ന്. അത് ഒരുപാട് നമ്മുടെ ഒരു ബാക്ക് ബോൺ, ഇക്കോണമിയുടെ ഒരു ബാക്ക് ബോൺ ആയിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ. ഇതിനങ്ങനെയാണ് കാണുന്നത്. ഇതൊരു ട്രെൻഡായി തെറ്റിദ്ധരിക്കപ്പെട്ട് മന്ത്രി പറഞ്ഞ കേട്ടാൽ തോന്നും പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷം നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിന് എതിരാണെന്ന്. ആണോ? നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് അവസരം കിട്ടി അവർ പോയി പഠിക്കട്ടെ, അവർ ഹയർ എഡ്യൂക്കേഷൻ നേടട്ടെ, അതിനൊന്നും ഞങ്ങൾ എതിരല്ല. അതാണോ ഇപ്പോൾ കാണുന്നത്? നിങ്ങളൊന്ന് നെഞ്ച് കൈവച്ച് ചോദിക്കും, അതാണോ ഇപ്പോൾ കാണുന്നത്? വീട് മുഴുവൻ പണയപ്പെടുത്തി 35 ലക്ഷം രൂപ 45 ലക്ഷം രൂപ വാങ്ങിച്ച് ഏത് സ്ഥാപനത്തിലാണ് പോകുന്നതെന്ന് അപ്പോൾ അവങ്ങൾക്ക് അറിയില്ല. ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന കുട്ടികളോട് ചോദിക്കാം. ഇപ്പം കാനഡയിൽ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാൽ നല്ല, ഒരു കുഴപ്പമില്ല. അവിടെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിനേക്കാൾ നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിലേക്ക് കുഞ്ഞുങ്ങൾ പലരും പോകുന്നു. അത് നിങ്ങളറിയാമോ? അവിടെ എവിടെയാണ് പോകുന്നതെന്ന്? അവിടെ പോയി പഠിച്ചിട്ട് അവിടെ ഒരു സൈഡ് ജോലി കിട്ടാതേക്ക് ഇവിടെ നിന്ന് വിളിച്ചിട്ട് അവിടുത്തെ മലയാളി അസോസിയേഷനോട് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയുന്ന മാതാപിതാക്കളാണ്. ഈ 35-40 ലക്ഷം രൂപ എല്ലാ വീടുകളിൽ പോവുകയാണ്. ഇത് കേരളത്തിൽ നിന്ന് സൈഫൺ ചെയ്തു പോകുന്ന ഒരു ഹ്യൂജ് എമൗണ്ടാണ്. 2000-3000 കോടി രൂപ ഒരു വർഷം. അത് അടുത്ത വർഷം ആകുമ്പോൾ അത് 5000 കോടിയാവും പോവുകയാണ്. നേരത്തെ പണ്ട് നമുക്കൊരു പ്രശ്നമുണ്ടായി. ഇപ്പോൾ 100 കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനം കൊച്ചി സിറ്റിയിൽ വന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഒരു ബിൽഡിംഗ് വന്നാൽ 50 കോടി രൂപ അതിൻ്റെ ലേബർ ചാർജ് ഇനത്തിൽ കൊച്ചിയിലും പരിസര പ്രദേശത്തുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ പോകുന്നുണ്ടോ? ഇപ്പോൾ 50 കോടിയുടെ 10% നമുക്ക് കിട്ടും. 90% പോകുന്നത് ബംഗാളിലേക്കോ ഒറീസയിലേക്കുമാണ്. പൈസ സൈഫൺ ചെയ്ത് പോവുകയാണ്. കേരളത്തിൻ്റെ ഇക്കോണമി, ഒരു സർക്കുലർ ഇക്കോണമി ഉണ്ട് കേരളത്തിൽ, അത് പോവുകയാണ്. ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ്? സോഷ്യൽ ഇമ്പാക്റ്റ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് സാർ. ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. വേൾഡ് പോപ്പുലേഷൻ ഡേ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യമായി മാറിയിരിക്കുകയാണ്. 1.44 ബില്യനാണ്. ലോകത്താകെ 8.1 ബില്യൺ പോപ്പുലേഷനുള്ള സമയത്ത് ഇന്ത്യയിലെ പോപ്പുലേഷൻ നമ്പർ 1 ആണ്. പോപ്പുലേഷൻ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചത് അയ്യോ ഫാമിലി പ്ലാനിങ് വേണം, കൺട്രോൾ ചെയ്യണം, മറ്റാണ്. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് ഏറ്റവും നല്ല പോപ്പുലേഷനുള്ള രാജ്യങ്ങൾ അവർക്കൊരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ടെന്നാണ്, അല്ലേ? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. കാരണം അവരുടെ യങ്ങർ ജനറേഷൻ അവരാണ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയും. അവരാണ്, അതായത് ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനേക്കാൾ കൂടുതൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ, ആശ്രിതരായ ആളുകളേക്കാൾ കൂടുതൽ
വർക്കിംഗ് ഏജ് ഉള്ള ഒരു പോപ്പുലേഷൻ ഉള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ മഹത്വം. അതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. സർ, ഈ മൈഗ്രേഷൻ, ഈ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഈ മൈഗ്രേഷൻ നമ്മുടെ ക്രീമായിട്ടുള്ള കുട്ടികളെ വല്ലാതെ നമുക്ക് നഷ്ടപ്പെടുകയും നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമ്മളെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം. സർ, അതുപോലെ ഇത് നോൺ GCC രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയാൽ അവർ തിരിച്ചു വരും. നമുക്ക് ഒരുപാട് സഹായം ഉണ്ടായിരുന്നു, റെമിറ്റൻസ് ഉണ്ടായിരുന്നു. ഇത് റെമിറ്റൻസ് ഉണ്ടാവുമോ? നിങ്ങൾ നോക്ക്, അതിൻ്റെ സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റാണ് മാത്യു കോളനാടനോട് പറഞ്ഞത്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്താ? ഇക്കണോമിക് ഇമ്പാക്റ്റ് ഈ പൈസ അങ്ങോട്ട് പോകുന്നതല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അവിടെ പോയി ഒരു ജോലി ആയാൽ അവർ സാധാരണ സെറ്റിൽഡ് ആവും. ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ഡെറ്റാണ്. പിന്നെ അവരവിടെ സെറ്റിൽ ചെയ്യാണ്. കാരണം നമ്മളെക്കാളും നല്ല വെൽഫെയർ മെഷേഴ്സും പെൻഷനും സംവിധാനങ്ങളുണ്ട്. തിരിച്ചു വരുന്നില്ല. തിരിച്ചു ഇവർ വീട്ടുകാരെ കൊണ്ടുപോവാണ്, മാതാപിതാക്കളെ. സത്യനന്ദിക്കാടിൻ്റെ മനസ്സിനക്കരെ എന്നുള്ള സിനിമയിൽ KPSC ലളിതയുടെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അപ്പോൾ ഷീലയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, നിനക്ക് വലിയ സന്തോഷമായാലും നിന്നെ മക്കൾ കൊണ്ടുപോകാൻ. അപ്പോൾ അമ്മ പറയുന്നൊരു വാചകമുണ്ട്, എന്നോട് ഇഷ്ടമുണ്ടായിട്ട് കൊണ്ടുപോകുന്നതല്ല, അവിടെ മക്കളെ നോക്കാൻ ആരുമില്ല, മക്കളെ നോക്കാൻ ആളെ വെക്കണമെങ്കിൽ വലിയ ശമ്പളം കൊടുക്കേണ്ടി വരും, അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ആ കഥാപാത്രം പറയുന്നുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ N. മോഹനൻ്റെ ഒരു മനോഹരമായ കഥയുണ്ടായിരുന്നു, മകൻ എന്ന് പറഞ്ഞു. ഒറ്റ മകൻ, ഓർമ്മയില്ലേ? ആ മകൻ പോകുന്നതിൻ്റെ ഞാൻ പറഞ്ഞ കുട്ടികളൊന്നും വിദേശത്ത് പോയോ അമേരിക്കയിലോ യൂറോപ്പിലോ പോയി പഠിച്ച് സെറ്റിലാകുന്നതല്ല ഇഷ്യൂ. ഇവരെങ്ങോട്ടാണ് പോകുന്നത്, ഏത് രീതിയിലാണ് പോകുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ, വല്ലാത്ത രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ടാകുന്നു. ഒരു ഏജൻസി മാത്രം 7000 പേരാണ് ഈ കഴിഞ്ഞ വർഷം വിട്ടത്. എവിടേക്കാണ് അവർ പോകുന്നത്? നമ്മുടെ കുട്ടികളല്ലേ പോകുന്നത്? നല്ല സ്ഥാപനത്തിൽ പോയിട്ടാണോ പഠിക്കുന്നത്? അവിടെ അവർ സെറ്റിൽഡ് ആവുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞല്ലോ കെയർ ഹോംസിൻ്റെ കാര്യം, മിക്കവാറും കുട്ടികൾക്ക് കെയർ ഹോംസിലാണ് ജോലി. കെയർ ഹോംസിലെ ജോലി മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയണം, ജോലിയെക്കുറിച്ചുള്ള അങ്ങനത്തെ മോശം ധാരണയൊന്നുമില്ല. പക്ഷേ നമ്മൾ വീട്ടുകാർ ധരിക്കുന്നത് പോലെ അവിടെ സർവ്വസുഖമാണ്, അങ്ങോട്ട് പോയാൽ എന്നുള്ളൊരു തെറ്റിദ്ധാരണ കേരളത്തിൽ ഉണ്ടാകുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. സർ, പല കാരണങ്ങളുണ്ട്. അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് എന്താ കേരളത്തിൽ? ഇന്ത്യയിലെ നമ്പർ 1 ആണ് അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ്, തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിൽ. എതിരെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഇപ്പോൾ റിപ്പോർട്ട് വന്നതാണ്. കേരളത്തിലെ 31.8% കേരളത്തിലെ അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ്. നാഷണൽ ആവറേജ് 17%. നാഷണൽ ആവറേജ് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എക്കാലത്തെയും വലിയ അൺഎംപ്ലോയ്മെൻ്റ് റേറ്റാണ്. കേരളത്തിൻ്റേത് ഏകദേശം അതിൻ്റെ ഇരട്ടിയുടെ അടുത്ത് വരുന്ന തരത്തിൽ 31% അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് കേരളത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. സർ, അതുപോലെ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറഞ്ഞു, ഞാനത് തർക്കിക്കാനൊന്നും പോകുന്നില്ല. കാരണം ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനോ അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ട് ആക്ഷേപം ചൊരിയാനോ ഒന്നും അല്ല കൊണ്ടുവന്നത്. പക്ഷെ യൂണിവേഴ്സിറ്റി എല്ലാത്തിലും മന്ത്രി 2-3 യൂണിവേഴ്സിറ്റിയുടെ A+ എന്ന് പറഞ്ഞാൽ തീരുന്നതാണ്. സർ, കേരളത്തിലെ 10 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല, ഇൻചാർജ് ഭരണമാണ്. എത്ര കോളേജുകളിലാണ് പ്രിൻസിപ്പൽമാരില്ലായിരുന്നു? ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലായിരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും BScക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു 95% മാർക്ക് വേണം. എന്നാലും നല്ല കോളേജിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ BSc ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. MSc പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രധാനപ്പെട്ട കോഴ്സുകളിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ പല പ്രധാനപ്പെട്ട കോളേജുകളും നിർത്തുകയാണ്. സർ, എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ വർഷവും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും ില്ലാത്ത ഒരുപാട് സ്വാശ്രയ കോളേജുകളൊക്കെ മുൻ ഭരണാധികാരികളുടെ കാലത്ത് അനുവദിച്ചതിന്റെ ഭാഗം കൂടിയാണ് ചിലത് പൂട്ടിപ്പോകേണ്ടതായി വരുന്നത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഉണ്ടല്ലോ, മോശപ്പെട്ട പഠന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ പൂട്ടിപ്പോണ്ടി വരും. ഞാൻ വീണ്ടും വൈക്കം മുഹമ്മദ് ബഷീറിനെ കോട്ട് ചെയ്യണ്ട. ഇപ്പോൾ വെറുതെ കഴിഞ്ഞ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയതുകൊണ്ടാണ് ഇപ്പം അത് പൂട്ടിപ്പോണെന്ന് പറയും. എങ്ങനെയാ സർ ഈ ഇങ്ങനെ പറയാണ് നമ്മൾ വെറുതെ ചൊറിയാ. അല്ല, VC നിയമനത്തിന്റെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ. ഈ സഭ ഒരു ബില്ല് പാസാക്കി നൽകിയിട്ട് അത് 1 വർഷത്തിലേറെ കാലം അടവച്ച് ഫ്രീസ് ചെയ്ത് ഇരുന്ന് പിന്നെ
അത് സുപ്രീം കോടതി പോയപ്പോ പ്രസിഡന്റിനൊക്കെ അയച്ചു കൊടുത്തത് ആരാണ് എന്നുള്ളത് ഞാനിവിടെ പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതല്ല. ഈ നിങ്ങളും ഗവർണറും തമ്മിലുള്ള തർക്കത്തിലെ കേരളത്തിലെ സർവകലാശാലകളും കേരളത്തിലെ വിദ്യാർത്ഥികളുമാണ് ബലിയാടായി പോകുന്നത്. നിങ്ങൾ അവരുമായിട്ട് സെറ്റിൽ ചെയ്യാൻ ചെയ്യും. അങ്ങിരിക്കി ഞാൻ വഴങ്ങിയില്ലല്ലോ. അങ്ങ് വഴങ്ങുന്നുണ്ടോ? അങ്ങ് വഴങ്ങുന്നുണ്ടോ? ഇല്ല ഇല്ല. യെസ്, അങ്ങ് വഴങ്ങുന്നില്ല. സാർ, എന്റെ അനുവാദം വേണ്ട സാർ. ഞാൻ മന്ത്രിക്ക് 2 പ്രാവശ്യം വഴങ്ങി. അതിനു മുമ്പ് തന്നെ ഈ ധനകാര്യമന്ത്രി എഴുന്നേറ്റ് സംസാരിച്ചു തുടങ്ങാണ്. ഇങ്ങനെയാണോ? അങ്ങ് എഴുന്നേറ്റാൽ ഞാൻ വഴങ്ങാം. ഞാൻ വഴങ്ങാം. അങ്ങ് സംസാരിച്ചു തുടങ്ങാം. സാർ, കഴിഞ്ഞ ദിവസം മുഴുവൻ സംഭവിച്ചതാ. അങ്ങ് ഇന്നലെ പറഞ്ഞില്ലേ? ഇപ്പൊ കണ്ടില്ലേ? അങ്ങ് കണ്ടില്ലേ? ധനകാര്യമന്ത്രി ഏതായാലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ എഫ് എം വഴങ്ങിന് അങ്ങ് വഴങ്ങുന്നുണ്ട്. ഇപ്പൊ സാർ, അദ്ദേഹം ഈ സഭയുടെയും കേരളത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രതിപക്ഷ നേതാവ്. ഈ സഭ പാസ്സാക്കിയ ഒരു ബില്ല് നിയമസഭ പാസ്സാക്കി ഗവർണറുടെ അടുത്തേക്ക് അയച്ചു. 10 VC-മാരുടെ കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ട് 10 വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് തടസ്സമുണ്ടായത് ഈ സർക്കാർ കാരണമാണോ? അതൊരു കേരളത്തിലെ പൊതുപ്രശ്നമല്ലേ? അങ്ങയുടെ മുന്നണി ഇപ്പുറത്തിരുന്നാലും ഞങ്ങൾ അപ്പുറത്തിരുന്നാലും നിങ്ങൾ അപ്പുറത്തോട്ട് മാറിയാലും ഒക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വൈസ് ചാൻസലർമാരടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പറയുമ്പോൾ അങ്ങ് കാഷ്വലായ റെഫറൻസ് അല്ല ഇത് പറയേണ്ടത്. ഗവർണറുടെ നിലപാട് ഇന്ത്യയിലെ ആകെ ഇപ്പൊ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ കേസ് നടക്കുന്നുണ്ട്. അത്ര ഒരു കാര്യം അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ എണ്ണിച്ചിട്ട് ആവശ്യമില്ലാത്ത തടസ്സം ഉണ്ടാക്കുന്ന രീതിയില്ല. അതുകൊണ്ട് ഈ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ അത് അങ്ങയുടെ അഭിപ്രായവും ഗവൺമെന്റിന്റെ അഭിപ്രായം അല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ വൈസ് ചാൻസലർമാരുടെ നിയമനം നേരത്തെ നടന്നപ്പോൾ നിയമവിരുദ്ധമായ രീതിയിൽ നിങ്ങളും ഗവർണറും ഒരുമിച്ച് ചേർന്നാണ് ഈ അനധികൃതമായ നിയമനം നടത്തിയത്. ഞങ്ങൾ അന്ന് അതിനെ ചോദ്യം ചെയ്ത ആളുകളാണ്. സാർ, അവര് ഞങ്ങൾ അന്ന് 2 പേരെ എതിർത്തു. കാരണം പ്രോ ചാൻസലർ എന്നുള്ള നിലയിൽ വൈസ് ചാൻസലറുടെ അപ്പോയിന്റ്മെന്റിൽ ഇടപെടാൻ പാടില്ല വിദ്യാഭ്യാസ മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അത് ഇടപെട്ടു. അവർ 2 കത്തുകൾ എഴുതി. ആ 2 കത്തുകൾ നമ്മുടെ സർവകലാശാലകളുടെ സ്വയംഭരണ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന കത്തുകളാണ്. സുപ്രീം കോടതി വിധി എന്താ? അൺനെസസറി ആയിട്ടുള്ള ഇന്റർവെൻഷനാണ് പ്രോ ചാൻസലറുടെ നേതൃത്വത്തിൽ നടന്നത്. അപ്പൊ ഇവരും ഗവർണറും കൂടി അന്ന് ഒരുമിച്ചായിരുന്നിട്ട് നോ ഐ ആം നോട്ട് ഈൽഡിങ്. അവരും ഗവർണർ, ഞാനൊരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്. നിങ്ങൾ എന്താ ഇത്ര അസ്വസ്ഥ? അപ്പൊ ഇവരും ഗവർണറും തമ്മിൽ അന്ന് ധാരണയിലായിരുന്നു. UGC നോംസ് കംപ്ലീറ്റ് വയലേറ്റ് ചെയ്ത് വൈസ് ചാൻസലർമാരെ അപ്പോയിന്റ്മെന്റ് നടത്തി. സാർ, കോടതി ഇടപെട്ടിട്ടില്ലേ ഈ വൈസ് ചാൻസലർമാരെ എല്ലാവരോടും? അവരെല്ലാവരും മോശക്കാരായിട്ടുള്ള ആളുകളായിട്ടല്ലല്ലോ. എത്ര പേര് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അതിൻ്റെ അകത്ത്? അക്കാഡമീഷ്യൻസ് ഉണ്ട്. നമുക്കറിയാവുന്ന എല്ലാവരും ഒന്നല്ല, കുറച്ച് പേരുണ്ടല്ലോ. അവർ പോലും രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ട എന്താ? നിയമം ലംഘിച്ച് നിങ്ങളും ഗവർണറും കൂടി കൂട്ടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ബാക്ക് ഡോറിൽ കൂടി കൊണ്ടുവരാൻ നടത്തിയ ശ്രമമാണ്. അതാണ് ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പരിതാപകരമായി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. സാർ, പല കോഴ്സുകളിലും ആളുകളില്ല. നമ്മൾ ആലോചിക്കണ്ടേ? നമ്മുടെ കരിക്കുലം ഫ്രെയിം, നമ്മുടെ പുതിയ കാര്യങ്ങൾ, പുതിയ കോഴ്സുകൾ. ലോകത്ത് മാറ്റം ഉണ്ടാവുകയാണ്. ലോകത്തിൻ്റെ പുതിയ സർവകലാശാലകൾ വരും. നിങ്ങളല്ലേ വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാൻ ഞങ്ങളിവിടെ ആലോചിച്ചപ്പോൾ എന്തൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നിങ്ങൾ ആ മനുഷ്യൻ, TP ശ്രീനിവാസൻ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ അദ്ദേഹത്തിൻ്റെ കരണക്കുറ്റികളിൽ അടിച്ചത്. അതായത് ഈ അടിച്ചവൻ്റെ അപ്പൂപ്പനാവാൻ പ്രായമുള്ള ആളാണ്. ആ അമേരിക്കൻ അംബാസഡർ ആയിരുന്ന ആ TP ശ്രീനിവാസൻ റോഡിൽ കിടന്നിരുന്ന വീണുപോയ കാഴ്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തിനാ ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്ത വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളൊരു തീരുമാനം എടുത്തപ്പോഴാണ് നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്താ നിങ്ങളുടെ പോളിസി? ഇപ്പൊ നിങ്ങൾ വിദേശ സർവകലാശാല കൊണ്ടുവരാൻ പോവാ. നല്ല കാര്യം, മനസ്സിലായ? ഇതൊക്കെ നിങ്ങൾ ചെയ്താണ്. അതെല്ലാം ചെയ്തിരുന്നു. നേരത്തെ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വന്നിരുന്നു. ഇവിടെ പഠിക്കാൻ കുട്ടികൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മൈഗ്രേഷൻ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. സർ, ഇത് ഞങ്ങൾ പറയുന്നത്
മിനിസ്റ്റർക്ക് എന്തെങ്കിലും അതിന് ശേഷം പറയാം. അവർക്ക് അതിന് ശേഷം പറയാമല്ലോ. സാർ, ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നത് ഇത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ ഇതൊരു സാധാരണഗതിയിൽ പിള്ളേർ പഠിക്കാൻ പോകുന്ന ഒരു ട്രെൻഡല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് കേരളത്തിന് വലിയ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന, കേരളത്തിൻ്റെ ഒരു ക്രീമായിട്ടുള്ള ഒരു പോപ്പുലേഷനെ നഷ്ടപ്പെടുന്ന, കേരളം ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുകളുടെ സ്ഥലമായി മാറാൻ സാധ്യതയുള്ള അപകടകരമായൊരു ട്രെൻഡ് ഉണ്ട്. കുട്ടികൾ പോകണ്ടെന്നൊന്നുമല്ല, അത് ഗൗരവത്തോടുകൂടി പഠന വിധേയമാക്കി എന്താണ് സംഭവിക്കുന്നത്, കുട്ടികൾ കബളിപ്പിക്കപ്പെടുന്നുണ്ടോ, കുട്ടികൾക്ക് അപകടം സംഭവിക്കുന്നുണ്ടോ, നല്ല യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത്, നല്ല കോഴ്സിനാണോ ചേരുന്നത്, ഇതെല്ലാം അന്വേഷിക്കാനും ഇതിനുള്ള ഒരു സിസ്റ്റം, ഒരു മെക്കാനിസം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാതെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഗംഭീരമാണ്. അതുകൊണ്ടാണ് പിള്ളേർ 17 വയസ്സിൽ അങ്ങോട്ട് പോകുന്നത്. 17 വയസ്സിൽ അങ്ങോട്ട് പോവാ, യൂണിവേഴ്സിറ്റി ഗംഭീര. സാർ, ഇത് ഞങ്ങൾ വിചാരിച്ചത് ഗൗരവത്തോടു കൂടി ഗവൺമെന്റ് ഇതിനോട് പ്രതികരിക്കുമെന്നും, ആ ഗൗരവത്തോടു കൂടി പ്രതികരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇതിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ പഠിക്കാം എന്ന് പറയുമെന്നാണ് കരുതിയത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സാർ, ഇത്രയും നെഗറ്റീവായ, ഇത്രയും നിഷേധാത്മകമായ, എല്ലാവരെയും ഇങ്ങനെ പുച്ഛിച്ചു തള്ളുന്ന, ആരും ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ നിഷേധാത്മകമായ സമീപനം നിങ്ങളിത് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോവാണ്. നിങ്ങളുടെ ഇന്നത്തെ വേഴ്സ് അതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. ഇന്ന് അടിയന്തര പ്രമേയത്തില് ഇതിന് ശേഷം തരാം. അടിയന്തര പ്രമേയത്തില് സർ എന്റെ വാക്കൗട്ട് പ്രസംഗം അടിയന്തര പ്രമേയത്തില് ശ്രീ മാത്യു കോഴിനാടൻ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്റെ സ്പിരിറ്റ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒട്ടും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വന്നതിൽ വളരെ നിരാശയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർ, എല്ലാവരും അംഗീകരിക്കുന്ന ഇന്നുള്ള ഒരു സാമൂഹ്യ പ്രശ്നം നമ്മളെല്ലാവരും കൂടി ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തേണ്ട ഒരു സോഷ്യൽ പ്രോബ്ലം ഉണ്ട്. ആ സോഷ്യൽ പ്രോബ്ലത്തിൻ്റെ കാരണം എന്താണ് എന്ന് അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സർ, അതിനുള്ള മറുപടി ടെക്നോ പാർക്ക് ഞങ്ങളുടെ കാലത്താണ്. സർ, ആ ടെക്നോ പാർക്ക് ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തപ്പോൾ കേരളത്തിൻ്റെ IT മന്ത്രി ഞാനായിരുന്നു എന്നുള്ള ഒരു വിവരമെങ്കിലും മന്ത്രിക്ക് വേണ്ടേ സർ? എന്നിട്ട് പറയാണ് സർ, അങ്ങനെ ഈ വിഷയത്തിന് അങ്ങനെ കാണേണ്ട കാര്യമില്ല. പൊളിറ്റിക്കലായിട്ട് എല്ലാത്തിലും പൊളിറ്റിക്സ് ആയതാണ് നമ്മുടെ പ്രോബ്ലം. അതുതന്നെയാണ് കുട്ടികൾ പോണത്. കാരണം സർവകലാശാലകളിലെ സ്റ്റാൻഡേർഡ് കുറവ്, ഉന്നത വിദ്യാഭ്യാസ സ്റ്റാൻഡേർഡ് കുറവ് അവസരങ്ങൾ ഇല്ലാതാക്കുന്നു. ഓവർ പൊളിറ്റിക്സ് ക്യാമ്പസുകളിൽ മുഴുവൻ വന്നത് വലിയ പ്രശ്നമായിരിക്കുന്നു. വിദ്യാഭ്യാസ നിലവാരം ഇല്ല. അഥവാ ഒരു ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങി വന്നാൽ കോഴിനാടൻ ഇവിടെ പറഞ്ഞതുപോലെ വളരെ തുച്ഛമായ ശമ്പളത്തിന് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാലായി. സർ, ഇവിടെ വിദേശത്ത് പോകുന്ന കുട്ടികൾക്ക് പഠിക്കുമ്പോൾ തന്നെ അവിടെ സൈഡ് ജോലി ചെയ്യാം. സർ, അവിടെ ഏത് ജോലി ചെയ്താലും മാന്യതയുള്ള ജോലിയാണ്. അതൊക്കെ വളരെ മോശപ്പെട്ട ഏർപ്പാടാന്ന് പറയേണ്ട കാര്യമില്ല. അവിടെ ഹോട്ടലുകളിലാണ് ജോലി ചെയ്യുന്നത്, അതിന് നല്ല ഹവർലിയാണ് സാലറി. അല്ല, ഗൾഫിലല്ല, ഓസ്ട്രേലിയയിലും യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ മണിക്കൂറിനാണ് സാലറി കൊടുക്കുന്നത്. ആ മണിക്കൂറിന് കിട്ടുന്ന എത്ര മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാനുള്ള പണം അവർക്ക് കിട്ടും. നല്ല സ്ഥാപനത്തിലാണ്, കബളിപ്പിക്കുന്നത് വേറെ ഉണ്ടാവും. നല്ല സ്ഥാപനത്തിലാണ് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഗ്യാരണ്ടീഡാണ്. ഇത് കൊടുക്കാൻ നമുക്ക് കഴിയുമോ? അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നോക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് അടിയന്തര പ്രമേയത്തിൻ്റെ യഥാർത്ഥത്തിലെ സ്പിരിറ്റ്. അതാണ്. അതിനെയും രാഷ്ട്രീയമായി മാത്രം കണ്ട് ഇവിടെ അങ്ങനെ സംസാരിച്ചാൽ സർ, പിന്നെ നമ്മൾ ഒരിക്കലും നന്നാവില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഒരിക്കലും നന്നാവില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ അപ്രോച്ച് അല്ല എടുക്കേണ്ടത്.
ഈ അടിയന്തര പ്രമേയത്തിന് നിദാനമായിട്ടുള്ള വിഷയം ഒരു സാമൂഹ്യ പ്രശ്നമാണ്, യാഥാർത്ഥ്യമാണ്. കുട്ടികൾ പോവുകയാണ്. പോണോലൊക്കെ കുറ്റം പറയാൻ പറ്റൂല. ശ്രീജ ഇവിടെ പറഞ്ഞ പോലെ പോണതൊക്കെ തെറ്റല്ല, ആരും അത് പറയുന്നില്ല. പോണോല് പോവും, നല്ല ഓപ്പർച്യൂണിറ്റി നോക്കി പോവും, നല്ല യൂണിവേഴ്സിറ്റി നോക്കി പോവും. യൂണിവേഴ്സിറ്റി നോക്കിപ്പോയി അവിടെ കുറച്ച് അധികം കഴിഞ്ഞതിന് മുമ്പ് അവരല്ല ഹോട്ടലിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ വയസ്സായ ആളുകളെ നോക്കാനോ, അത് അവിടുത്തെ ഒരു പ്രോബ്ലമാണ്. അത് നല്ല സാലറി കിട്ടും, എന്തായാലും മോശം. ഒരു ജോലിയെയും അവിടെ ആരും മോശമായി കാണുന്നില്ല. അങ്ങനെ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ നിൽക്കുന്നതാണ് ഇവിടെ ആളുകൾ ജോലി ചെയ്യാത്തത്. അത് വേറെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നത്തെ, കേരളം ഇന്ന് അനുഭവിക്കുന്ന ഗൗരവമുള്ള ഒരു പ്രശ്നത്തെ, എന്തുകൊണ്ട് ഇന്ത്യൻ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കൂടുതൽ ഇത് കേരളത്തിലാണ്. ഇതൊന്നും മറച്ചു വെക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിനെ വെറും രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ കാലത്ത് അങ്ങനെ, ഇങ്ങനെ കാലത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞ് കേവലം പൊളിറ്റിക്കലായി മാത്രം കണ്ട് അതിന് മറുപടി പറഞ്ഞ് ഒരു അപ്രോച്ച് പോലും ഒരു ആരോഗ്യകരമായ രീതിയിൽ എടുക്കാത്ത ഈ നിലപാടിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും രാഘവട്ടെ. ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞ വിവിധ കാര്യങ്ങൾ സാറേ, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യോത്തര വേളയിൽ അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, ഇവിടെ ഉള്ളതിനേക്കാൾ നിലവാരം കുറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇവിടുത്തെ കുട്ടികൾ അവിടെ പോയി ചേരുന്നു എന്നത്. അപ്പോൾ അതൊരു വളരെ ഫാക്ച്വലായൊരു കാര്യമാണ് സാർ. ഇപ്പോൾ കുട്ടികൾ അവർ ഇവിടെ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് സർക്കാർ മൈൻഡ് അപ്ലൈ ചെയ്തൊരു അതിലേക്ക് കടക്കണമെന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമായി മാറുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മുടെ പ്രദേശങ്ങൾ നോക്കി ഒരു 10 വീടെടുത്താൽ അതിൽ 6 അല്ലെങ്കിൽ 7 വീടുകളിൽ ഏറ്റവും കുറഞ്ഞ കുട്ടികൾ പുറത്തോട്ട് പോയി കഴിഞ്ഞിരിക്കും. അവർ ഏത് നിലയിലും പുറത്തു പോകാനുള്ള ആഗ്രഹത്തിലേക്ക് ഇന്ന് മാറുന്നു. അപ്പോൾ അവരാഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയർന്നു വരാൻ കഴിയാത്ത എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് ഗവൺമെൻറ് ഇടപെടണം എന്നുള്ളതാണ്. സാർ, റിക്രൂട്ടിംഗ് ഏജൻസീസിൻ്റെ ഇടയിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. കാരണം ഇത് എണ്ണത്തിൽ പെരുകുമ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണം അക്കാര്യത്തിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയും കബളിപ്പിക്കപ്പെടുന്ന കുട്ടികളും കുടുംബങ്ങളും ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നതും സർക്കാർ കാണേണ്ട ഒരു വിഷയമാണ്. ഒരു ക്രീമി ലെയർ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ അകത്ത് ഇന്ന് മുമ്പോട്ട് വെച്ച ഒരു അടിയന്തര പ്രമേയത്തെ ആ ഒരു സ്പിരിറ്റിൽ ബഹുമാനപ്പെട്ട മന്ത്രി എടുത്തില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമായ പോയ ഒരു വിഷയമാണ്. ഇങ്ങനൊരു മറുപടി ആയിരുന്നില്ല മന്ത്രിയിൽ ഞങ്ങളാരും പ്രതീക്ഷിച്ച് ഈ വിഷയം ചർച്ച ചെയ്യാത്തിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്തു. യെസ്, പാർലമെന്ററി മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി സാന്നിധ്യത്തിൽ പറയണമെന്നാണ് ആഗ്രഹിച്ചത്. അദ്ദേഹം ഇവിടെ ഇല്ല. സർ, അങ്ങ് ഇന്നലെ ആരോഗ്യകരമായിട്ടുള്ള ജനാധിപത്യത്തിൽ സംവാദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അങ്ങിവിടെ ഈ സഭയിൽ പറയുകയുണ്ടായി. ഒപ്പം ആ സംവാദം സാധ്യമാവുന്ന തരത്തിൽ പരസ്പരം വഴങ്ങുന്നതും ആരോഗ്യകരമായിരിക്കും എന്ന വളരെ ശരിയായ നിരീക്ഷണം അങ്ങ് നടത്തി. സർ, ഈ സഭയിൽ പലപ്പോഴും കാണുന്നത് എന്താണ്? പ്രതിപക്ഷ നേതാവ് സാധാരണഗതിയിൽ ആർക്കും വഴങ്ങാറില്ല. അത്തരമൊരു സന്ദർഭം വരികയും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വിമർശനം വന്നോട്ടെ, ഞങ്ങൾക്ക് ആക്ഷേപമില്ല, വസ്തുതാവിരുദ്ധമായിട്ടുള്ള അപ്പോൾ ഇടപെട്ട് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് മന്ത്രിമാർ എഴുന്നേൽക്കാറുള്ളത്. അത്തരം ഘട്ടങ്ങളിലൊന്നും പ്രതിപക്ഷ നേതാവ് വഴങ്ങില്ല എന്ന് മാത്രമല്ല, ഒരുതരം സമ്മർദ്ദം തന്ത്രം സഭയിൽ പ്രയോഗിക്കും. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല എന്ന മട്ടിൽ ആ സമ്മർദ്ദ തന്ത്രം പലപ്പോഴും ചെയറിന് നേരെയും പ്രയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനോട് അങ്ങേയറ്റത്തെ ആദരവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കുള്ളത്. ആ ആദരവ് നിഷേധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ദുരുപയോഗിക്കുന്ന തരത്തിൽ അദ്ദേഹം പലപ്പോഴും പെരുമാറുന്നു എന്നത് ഖേദത്തോടു കൂടി പറയേണ്ടി വരികയാണ്. ഞാൻ അദ്ദേഹത്തോട് ഒട്ടും അനാദരവുണ്ടായതുകൊണ്ടോ എന്തെങ്കിലും പ്രയാസമുള്ളത് കൊണ്ടോ അല്ല. അപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് ഞങ്ങളെ ശക്തമായിട്ട് വിമർശിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത് ഞാൻ ചുരുക്കുന്നു. ഇപ്പോൾ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയെക്കുറിച്ച് ആരാണ് പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തത്? ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നിരന്തരമായിട്ട് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത്, ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് ആരാണ് സർ? ആരാണ് സർ? സർ, അപ്പോൾ അങ്ങ് ഇന്നലെ പറഞ്ഞത് ആണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ജനാധിപത്യപരവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു സംവാദത്തിൻ്റെ അന്തരീക്ഷം സഭയിൽ ഉണ്ടാക്കാൻ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. പരിഹാസം, പുച്ഛം, ധാർഷ്ട്യം ഇതൊക്കെ അദ്ദേഹവും ഒന്ന്
സ്വയം വിലയിരുത്തുന്നതും തിരുത്തുന്നതും നല്ലതാണ്. തിരുത്തുന്നത് എല്ലാവർക്കും ഗുണമാണല്ലോ സാർ. അദ്ദേഹവും അത് തയ്യാറാവേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അദ്ദേഹം ഇരിക്കെ പറയണമെന്നാണ് ആഗ്രഹിച്ചത്. ചെയർ ആഗ്രഹിക്കുന്നത് വളരെ ഹെൽത്തി ഡിബേറ്റ്സും വളരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും ഈ സഭക്കകത്ത് അത്തരം രീതി ഉണ്ടാവാറില്ല. പരസ്പരം ഒരു ഗിവ് ആൻഡ് ടേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ അത്തരം ഉണ്ടാവാറില്ല. അത് ഭാവിയിലെങ്കിലും തിരുത്താനും നമ്മുടെ ഹൗസിന് അന്തസ്സ് ഉയർത്തത്തക്ക നിലയിൽ രണ്ട് പക്ഷവും പെരുമാറണമെന്ന് ഒരിക്കൽ കൂടി ചെയർ പറയാൻ അവർ ആഗ്രഹിക്കുകയാണ്. ഓർഡർ. പാർലമെൻ്ററി മിനിസ്റ്റർ പറഞ്ഞല്ലോ, ഇങ്ങനെ എല്ലാ ആളുകളും സംസാരിക്കേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് നേരെ വിരൽ ചൂണ്ടി വളരെ ധിക്കാരിയാണ് ഞാൻ എന്നുള്ള പ്രസ്താവന ഇവിടെ നടത്തി. അതിൽ പ്രതിഷേധിക്കുന്നു.